ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്, അരച്ചിട്ടില്ല. അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം പെട്ടെന്നൊന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് വേഗം ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ഞാൻ 2 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടികളുടെ കരിഞ്ഞ് പോവാതെ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തീ നല്ല സ്ലിം ആക്കി വെച്ചിട്ട് വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ തക്കാളിയത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് മസാല ഒന്ന് ഇങ്ങനെ വെള്ളം പരുവം പോലെ ആവും. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നമുക്ക് ചെറിയ തീയിൽ, അതായത് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചെമ്മീൻ പെട്ടെന്ന് വേവും, ഒരു 6-7 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വേവും. ഒത്തിരി വേവിക്കരുത്. ഒത്തിരി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കും. കടിച്ച് കഴിഞ്ഞാൽ അത് ഇതാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നും കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പത്തിരിക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching.